ഹായ് ഹലോ നമ്മൾ ഈ കാണുന്നത് പേപ്പാറ ഡാമിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉള്ള ടൈമാണ് നമ്മൾ പോയത്. അപ്പം നല്ല രീതിക്ക് ഈ തിരകൾ പോലെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറുന്ന കാണാൻ പറ്റും. അതിൻ്റെ വശങ്ങളിലായിട്ട് നിന്ന ഒരു എണ്ണപ്പന മരമാണ്. അപ്പോൾ ഇതാണ് എണ്ണപ്പനയുടെ കായെന്ന് പറയുന്നത്. അപ്പോൾ നല്ല കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെയാണ്. ഇതുപോലെ പടവുകളുണ്ട് നമ്മുടെ നദിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊക്കെ ഡേഞ്ചറാണ്. ഇപ്പം നല്ല രീതിക്ക് ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും നമ്മുടെ ഡാം ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഡാമും പരിസരത്തെ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം ഈ ഒരു പേപ്പാറ ഡാമിൻ്റെ വശത്തായിട്ട് തന്നെ ഒരു പൊടിയക്കാല എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട്. അതൊരു ട്രൈബൽ ആയിട്ടുള്ള വില്ലേജാണ്. അപ്പം നല്ല വ്യൂ ആണ് അങ്ങോട്ട് പോവുകയാണെങ്കിലും കാഴ്ചയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് തൽക്കാലം ജസ്റ്റ് ഇന്ന് നമ്മുടെ ഡാമും ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം നമ്മുടെ നദിയുടെ സെൻറ്ററിലായിട്ട് ഒരു തുരുത്ത് പോലൊരു ഭാഗം കാണാം. അങ്ങ് മുകൾ വശത്തായിട്ട് ദൂരെയായിട്ട് നമുക്ക് ചെറിയ മലനിരകളും കാർമേഘങ്ങളും ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. നല്ലൊരു വ്യൂ ആണ് കാണാനായിട്ട്. അപ്പം നദിയിൽ നിന്നുള്ള തണുത്ത കാറ്റ് ഇങ്ങനെ എപ്പോഴും വീശിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. നദി ഫുള്ളിങ്ങനെ ഓളങ്ങൾ വെട്ടി നിൽക്കുകയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് പേപ്പാറ ഡാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു പൊടിയക്കാല എന്ന് പറയുന്ന ഗ്രാമവും അവിടെ ഒരുപാട് വ്യൂ ഉണ്ട് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ അത് വേറൊരു ദിവസം നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു റിവറും ആ റിവറിൻ്റെ പരിസരത്തെ കാഴ്ചകളും എല്ലാം കൂടെ നമ്മുടെ മൈൻഡ് തന്നെ ഫുൾ ഹാപ്പി ആവുന്നൊരു വ്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നല്ലൊരു ഫീലുമാണ്. അപ്പോൾ ഡാം ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം നമ്മൾ ഈ ഡാമിലേക്ക് വരുന്ന വഴിയെല്ലാം ഏകദേശം ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു പ്ലേസിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. പേപ്പാറ ഡാമിൽ സ്ഥിതി ചെയ്യുന്ന 11 ദ്വീപുകൾ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. 1923 ഔദ്യോഗിക രഹസ്യങ്ങൾ ആക്ട് പ്രകാരം ഈ പ്രദേശം ഇപ്പോൾ ഒരു നിരോധിത മേഖലയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല ഇതായിട്ട് ഓരോ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇതുപോലെ ഓരോ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയായിട്ട്. നമ്മുടെ ഡാമിൻ്റെ ലെങ്ത് 438 മീറ്ററാണ്. ഇതുപോലെ ഡാമിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഇതുപോലെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ബൈക്കിലാണ് ഇങ്ങോട്ട് യാത്ര വന്നിട്ടുള്ളത്. അപ്പോൾ ഡാമിൻ്റെ വരുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ പടവുകൾ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഡാമിലേക്ക് വരാൻ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അടുത്തൊരു വഴിയുടെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു വഴി നമുക്ക് ഈ ഡാമിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ഡാമിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഡാമിൻ്റെ വശങ്ങളിൽ ഫോറസ്റ്റ് ഏരിയയിൽ വരുന്നവർ ഉള്ളിലോട്ടുള്ള കാട്ടിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം കാട്ടാനകളുടെയും മറ്റുമൊക്കെ ശല്യമുള്ള ഏരിയ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡാമിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.